കുറച്ച് ദിവസമായിട്ട് റിവ്യൂ ഒന്നും നോക്കാതെ പോയി കണ്ടതാണ്. റിവ്യൂ ഒന്നും നോക്കാതെ കാണുക, ഫ്രഷായിട്ട്. അയ്യോ, മാരക പടം. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ എമ്പുരാനൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഫാമിലി മൂവി. നല്ലൊരു കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫാമിലി മൂവി കണ്ടൊരു ഫീൽ ഉണ്ടായി. ലാലേട്ടനാണ് കുറേ കാലമായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഇറങ്ങിയത്. അടിപൊളി പടം, കുറേ കാലം കൂടി കണ്ടതിൽ ഏറ്റവും ബെറ്റർ സിനിമ. ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ശരിക്കും ഈ ഒരു ഡയറക്ടറിൻ്റെ മാത്രം കഴിവാണ്. സൂപ്പർ, ഒന്നും പറയാം. നല്ല പടം, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു. നല്ല പടം. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ പടം. മോഹൻലാലിന്റെ റിട്ടേൺ ആണ്. അടിപൊളി പടം. അടിപൊളിയായിരുന്നു. പീക്ക് ആക്ടിങ് മോഹൻലാൽ. സന്തോഷമായി. വില്ലൻ ഓൾസോ ഗുഡ്, ലൈക്ക് റിയലി ഗുഡ്. എല്ലാവരും നല്ല ആക്ടിങ്. പക്ഷെ മോഹൻലാൽ സ്ക്രീനിലാണ്, പിന്നെ മോഹൻലാൽ തന്നെ റിയലി ഗുഡ്. പഴയ ഒരു സിനിമ കണ്ട ഫീൽ ഉണ്ട്. ഭയങ്കര ഇമോഷണൽ ആണ് ആഫ്റ്റർ മോഹൻലാൽ കം ബാക്ക്. തുടരും അടിപൊളി പടം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് റിവ്യൂ ഒന്നും നോക്കാതെ പോയി കണ്ടതാണ്. റിവ്യൂ ഒന്നും നോക്കാതെ കാണുക, ഫ്രഷായിട്ട്. അയ്യോ, മാരക പടം. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ എമ്പുരാനൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത്. കിടിലം പടം. സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര സന്തോഷം. അവസാനം കണ്ണ് നിറഞ്ഞു അത്തുപോണക്ക്. ഇത്രയും നാളും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. റിവ്യൂ ഒന്നും കാണാതെ വന്ന് കണ്ടതുകൊണ്ടാണ് ഇത്തിരിയുടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ റിവ്യൂ ഒന്നും കാണാതെ ഫ്രഷായിട്ട് വന്ന് കാണുക. മാരക പടം. പെർഫോമൻസ് എല്ലാവരും. വില്ലൻ കിടിലം വില്ലൻ. അടിപൊളി പടം. സന്തോഷമായി. അടിപൊളിയായിരുന്നു. ലാലേട്ടനായിട്ട് ഒരു പടമാക്കിയ ഒരു മൂവിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. ശരി, മസ്റ്റ് വാച്ച്. എല്ലാവരും അടിപൊളിയായിരുന്നു. കാസ്റ്റ് ഫുൾ, കാസ്റ്റ് ആൻഡ് ക്രൂ നൈസ്. നല്ലായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ശരിക്കും ലാലേട്ടനാണ് കുറേ കാലമായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഇറങ്ങിയത്. യെസ് ഓഫ് കോഴ്സ്. നല്ല മൂവി. ഇറ്റ്സ് എ വെരി ഗുഡ് ഫാമിലി മൂവി. നല്ലൊരു കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫാമിലി മൂവി കണ്ടൊരു ഫീൽ ഉണ്ടായി. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളുടെ ഫാമിലിയായിട്ടും ആ ഒരു ഫസ്റ്റ് പാർട്ട്, ആ സോങ്ങും എല്ലാം കൂടി കാണുമ്പോൾ നല്ലൊരു നമുക്കുള്ള ഒരു ഫാമിലി ബോണ്ട് നമുക്ക് ഫീൽ ചെയ്തു. മോഹൻലാലും ശോഭനയും, ആ ബ്രദർ ആൻഡ് സിസ്റ്റർ, അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിലും. അതേപോലെ തന്നെ എനിക്കൊരു മോനും മോളുമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഫാമിലി ബോണ്ടാണ് എനിക്കും ഫീൽ ചെയ്തത്. മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം എനിക്ക് മോഹൻലാൽ ഫാനാണ് ഞാൻ. ബട്ട് എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് മോഹൻലാലിനോട് ഒരു ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള മൂവിയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ മൂവിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോഹൻലാൽ. ആ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയൊരു ഫീല് ഉണ്ടായിരുന്നു ഈ മൂവി കണ്ടപ്പോൾ. വില്ലന്മാർ രണ്ടുപേരും സൂപ്പർ ആക്ടിങ് ആണ് കേട്ടോ. അടിപൊളി ആക്ടിങ്. വില്ലൻ റോളിന് പറ്റിയ രണ്ടാൾക്കാർ, പോലീസുകാർ. നല്ലതായിരുന്നു. മോഹൻലാൽ അടിപൊളിയായിരുന്നു. മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ അഭിനയം, ഒന്നും പറയാനില്ല. നല്ല അഭിനയമാണ്. ഓവറോൾ നല്ലൊരു പടമാണ്. വില്ലൻ സൂപ്പറാണ്. വേറെ ഒന്നും പറയാനില്ല. കിഡിലോ പക്ക ഡയറക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് എല്ലാം. അതുപോലെ തന്നെ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ശരിക്കും ഈ ഒരു ഡയറക്ടറിൻ്റെ മാത്രം കഴിവാണ്. അതുപോലെ മോഹൻലാൽ ശോഭന കോംബോ, നമ്മൾ എത്ര നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നായകൻ കോംബോയാണ്. അതും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വില്ലൻ എന്ന് പറയുന്നത് വില്ലൻ്റെ ഒരു എന്താ പറയുക, നമ്മളൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു അടി അതൊന്നുമല്ല. ശരിക്കും ഒരു വില്ലൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. എന്തായാലും പക്ക മോഹൻലാൽ ഫിലിം. നല്ല മൂവിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല സിനിമയായിരുന്നു. അതെ, മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ, നല്ലതായിട്ടുണ്ട്. ഹാപ്പി, നല്ലതായിട്ട് സാറ്റിസ്ഫാക്ടറി. ലാലേട്ടനെയൊക്കെ പഴയ പോലെ കാണാൻ പറ്റും. സൂപ്പറായി. നല്ല സ്റ്റോറി കൊള്ളാം. മോഹൻലാലിൻ്റെ അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടത്? പടം മൊത്തത്തിൽ നല്ലപോലെ കാണാനുണ്ട്. പഴയ ലാലേട്ടൻ. ദൃശ്യം കഴിഞ്ഞിട്ടൊരു പടം എന്ന് പറഞ്ഞാൽ ഇതിന് അടിപൊളി പടം. കുറേ കാലം കൂടി കണ്ടതിൽ ഏറ്റവും ബെറ്റർ സിനിമ. ഞങ്ങളതിൻ്റെ ബാക്കിക്ക് വേണ്ടി കാത്തിരിക്കണം. കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമ. മോഹൻലാൽ പൊളിയല്ലേ. മോഹൻലാൽ അടിപൊളി. പഴയ മോഹൻലാൽ. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. വില്ലൻ അടിപൊളി.